ഒരു നോവലെഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കഥയെഴുത്തുകാരൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കഥയുടെ ദൗത്യം എന്താണ്? ഒരു കവിത അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിയുടെയൊക്കെ ദൗത്യം എന്താണ്? പരമ്പരാഗതമായി നമ്മളെ കെട്ടിയിടുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളൊരു വളരെ വലിയൊരു ദൗത്യം തന്നെയാണ് സാഹിത്യത്തിന് ഉള്ളത്. ഈ കൊറോണ കാലത്താണ് നിഷാന്ത് കുമാർ ഈ ഒരു നോവല് പൂർത്തിയാക്കിയത്. ഏതാണ്ട് 4 വർഷത്തോളം ഇതിൻ്റെ വേരുകൾ, ഇതിൻ്റെ വിത്തുകൾ മനസ്സിൽ കിടന്ന് മുളച്ച് പടർന്ന് പന്തലിച്ച് അത് നോവലായി രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് അത് വീണ്ടും വെട്ടലും തിരുത്തലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിഷാന്ത് കുമാർ അത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. 4ാം പതിപ്പ് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. അസ്തിത്വവാദത്തിൻ്റെ അപ്പോസ്തലനായ ഴാൻ പോൾ സാർത്രൻ്റെ ചിന്തയും ദർശനവും ആണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ സിമോൺ ദ ബൂവേ എന്ന അദ്ദേഹത്തിൻ്റെ പങ്കാളിയുടെ ചിന്തയും ഇതിലൂടെ കടന്നു പോകുന്നു. നിരന്തരമായിട്ടുള്ള ഒരു ആത്മസംഘർഷങ്ങൾ, അതുപോലെ തന്നെ യുദ്ധം, കലാപങ്ങൾ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന ജർമ്മനി ഫ്രാൻസിൽ നടത്തിയ അധിനിവേശം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കലാപങ്ങൾ, അരാജകത്വം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ട്. സിമോണിൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന കാമില എന്നൊരു സാങ്കല്പിക കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രത്തിലൂടെയാണ് ഈ നോവലിൻ്റെ തുടർച്ച സംഭവിക്കുന്നത്. ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രമാണ്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ജീവിത പരിസരങ്ങളിൽ ഈ ഒരു കഥാപാത്രം ഇല്ല. അതുപോലെ തന്നെ ആൽബർട്ട് ക്യാമ്യൂ, അതുപോലെ റൂസോവിൻ്റെ ചിന്തകൾ, അതുപോലെ വോൾട്ടയറുടെ വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. ജീവിതത്തിൽ വളരെ മനോഹരമായിട്ടാക്കാനുള്ള എല്ലാവിധ സാധ്യതകളും മനുഷ്യന് ഉണ്ടെന്നുള്ള എല്ലാ സാധ്യതകളോടും കൂടിയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു പോരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ജീവിതത്തിൽ തന്നെ ഒരു എന്താ പറയുക, റൂസോ പറഞ്ഞതുപോലെ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും ഈ മനുഷ്യർ കെട്ടുപാടുകളിലാണ്. ഈ കെട്ടുപാടുകളുടെ ഒരു തുടർച്ച തന്നെയാണ് സ്ത്രീകൾ. പ്രത്യേകിച്ച് ഈ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഈ സമൂഹത്തെ നോക്കിക്കാണുന്ന ആ ഒരു രീതി, അങ്ങനെ വ്യത്യസ്തമായ ചിന്തയിലൂടെയാണ് അല്ല സ്ത്രീയും പുരുഷനും സമൂഹത്തെ നോക്കിക്കാണുന്നത് വളരെ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രത്യേകിച്ച് സിമോൺ ദ ബൂവയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു 2ാം നിര വ്യക്തികളായി മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് അന്ന് വോട്ടവകാശം പോലും ഒരുപക്ഷെ സമൂഹത്തിലെ മേൽത്തട്ടായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ളൊരു അവകാശവും സാധ്യത ഉണ്ടായിരുന്ന ആ ഒരു കാലം. ആ സമയത്ത് സിമോൺ ദ ബൂവെ തൻ്റെ പിതാവിനോട് തർക്കിക്കുന്നുണ്ട്. യാഥാസ്ഥിതികനായ അല്ലെങ്കിൽ ബൂർഷ്വാസിയായ പിതാവിനോട് ഈ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ വോട്ടവകാശം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ആ പിതാവ് പറയുന്നത് ഇതാണ്: ഈ സമൂഹത്തിലെ മൂലധനം കൂടുതലും സമ്പന്നരുടേതാണ്. അപ്പോൾ അതിലുള്ള അവകാശവും അതെങ്ങനെ ആണ് അത് ഈ സമൂഹത്തിലൂടെ ഒഴുകുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ആരുടേതാണ്? ഈ സമ്പന്നരുടേത് മാത്രമാണ്. അവർ മറ്റുള്ളവർക്ക് എന്താ പറയുക, സാധ്യതകളില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ ഷോക്കിംഗ് ആയിട്ടാണ് സിമോൺ ഇത് കേൾക്കുന്നത്, തൻ്റെ പിതാവിനോട് തർക്കിക്കുന്നതും. അപ്പോൾ തിരിച്ചൊരു ചോദ്യം സിമോൺ ചോദിക്കുന്നുണ്ട്: അപ്പോൾ സാധാരണക്കാരുടെ നികുതികൾ നിങ്ങൾക്ക് വേണം. ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്
ഭരണകൂടത്തിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ മർദ്ദനം ഏറ്റുവാങ്ങുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരായ ജനവിഭാഗങ്ങളാണ്. അവരുടെ നികുതി പണവും വേണം. എന്നാൽ അവർക്ക് ഒരു അഭിപ്രായവും ഈ ആ സമൂഹത്തിലില്ല. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട സമൂഹമായിട്ടെന്നും നിലനിൽക്കുന്നു എന്നുള്ള ഇതാണ്. ഇതിൻ്റെ തന്നെ ഒരു തുടർച്ചയുണ്ട്. സ്വന്തം കുടുംബത്തോടും അതുപോലെ സമൂഹത്തോടും മതപരമായിട്ടുള്ള ചട്ടക്കൂടുകളോടും അതുപോലെ തന്നെ വിശ്വാസങ്ങളോടുമൊക്കെ പോരടിച്ചുകൊണ്ട് തന്നെയാണ് സിമോൺ ദ ബൂവെ മുന്നോട്ട് പോകുന്നത്. വിപ്ലവകരമായിട്ടുള്ള ചിന്തയും ഒരു സ്ത്രീയുടെ, സിമോൺ ദ ബൂവേനെ പോലെയുള്ളൊരു വനിതയുടെ ഉള്ളിലുണ്ടാകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ നമുക്കിതിലൂടെ വായിച്ചെടുക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫ്രാൻസിലെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടൊരു നോവൽ. എന്നാൽ കേരളീയ പശ്ചാത്തലം അല്ലാതെ തന്നെ കേരളീയ വനിത എഴുതിയ ഒരു നോവൽ വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അസ്തിത്വവാദത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ റൂസോ, വോൾട്ടയർ തുടങ്ങിയ ചിന്തകരെക്കുറിച്ചും അതുപോലെ നവോത്ഥാനത്തിൻ്റെ രത്ന ഖനികളെക്കുറിച്ച് ആഴത്തിലുള്ളൊരു അവബോധമില്ലാത്തൊരു എഴുത്തുകാരന് ഇത് കൈയടക്കത്തോടുകൂടി ഈ നോവൽ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ നോവൽ കേരളത്തിൻ്റെ നോവൽ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമാണ് തുറക്കുന്നത്. നന്ദി.